കുറച്ച് ദിവസമായി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവത്തിൽ കയറാനായിട്ട് പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആദ്യം ഒരു തവണ പേടിയുണ്ടായിരുന്നു, പണ്ട് എപ്പോഴും ഒന്ന് കയറി മറിഞ്ഞടിച്ച് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയില്ല കേട്ടോ. പക്ഷേ അതിനെന്ത് ലിഫ്റ്റിൽ കയറാനായിട്ടും അതിലെനിക്ക് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അതിനകത്ത് കുടുങ്ങിപ്പോവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഇതിലെനിക്ക് പേടിയില്ല. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്ന ആളിന് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കയറ്, ധൈര്യമായിട്ട് കയറ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നല്ല പേടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തമ്പാനൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോയത്. കാരണം വർക്കലയിൽ നിന്ന് പോകാനായിട്ട് നമുക്ക് പിന്നെ അത് നമ്മൾ ആലങ്കോട് ചെന്ന് അങ്ങനെയൊക്കെ നമ്മൾ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പിന്നെ എന്തായാലും നമുക്ക് തമ്പാനൂർ ചെന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എറണാകുളത്തോട്ട് പോകുന്നത്. പിന്നെ എന്തെന്ന് പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉടനെ തന്നെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് പിന്നെ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നില്ല എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു. പിന്നെയെന്ന് വെച്ചാൽ പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും എന്നെ പിന്തിരിപ്പിക്കുകയും പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ വേറെ ഒരു ജോലി ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നെഗറ്റീവ് അടിച്ച് നമ്മൾ മാറ്റി നിർത്തിയതിനെ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഒരു കാര്യങ്ങളും പറയാതെ എന്തായാലും പോയി കാര്യങ്ങളെല്ലാം ഒരുവിധം നമുക്ക് ഒതുക്കി വെച്ചിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ച് പിന്നെന്തായാലും ഒരുപാട് പേര് പിന്നെ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം അറിയിക്കണം. ഒരുപാട് അമ്മമാരാണെങ്കിലും ചേച്ചിമാരും പിന്നെ അനിയത്തിമാരാണെങ്കിലും അങ്ങനെ കുറേ പേര് കേട്ടോ. അങ്ങനെ ഒത്തിരി എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം അറിയിക്കുവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ട്രെയിനിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറിയിട്ടേ ഇല്ല. എൻ്റെ ലൈഫിൽ ആദ്യത്തെ സംഭവമാണ് കേട്ടോ. അതിനു വേണ്ടി ഇത് പോയിട്ടൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുവരെ നമ്മളില്ല എന്ന് പറയാനായിട്ട് കെട്ട് വിട്ടിട്ടില്ല എന്ന് പറയത്തില്ല. അങ്ങനെ അതുപോലെ എനിക്ക് തല ചുറ്റലും പിന്നെ ഓർക്കാനോ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റെസ്റ്റും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ എനിക്കിതിനകത്ത് കയറിയപ്പോൾ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു. അത് മാത്രമല്ല ഞാൻ മരുന്നൊക്കെ കഴിക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാസ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കയറിയതിനെ കൊണ്ടായിരിക്കും എനിക്ക്. ബാക്കിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മാസ്ക് ഒന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ എൻ്റെ ആദ്യത്തെ ഒരു യാത്രയായിരുന്നു. പിന്നെ ഈ ഒരു യാത്രയിൽ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, പിന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം ഇതിന് മുമ്പേ തന്നെ ഒരുപാട് നേരത്തെ മുമ്പേ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും പിന്നെ ഇപ്പോഴും ഞാൻ ഈ ഒരു റൂമിനകത്ത് അടഞ്ഞുകൂടി ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് എന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും അത് എപ്പോഴും ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. മഴയൊക്കെ പെയ്ത് കിണർ നിറഞ്ഞ് കിടന്നാലും പേടിയാണ്. കിണറ്റിൻ്റെ മുട്ടിൽ പോകില്ല. മക്കളൊക്കെ ഉള്ള സമയത്ത് മക്കളെയൊന്നും അങ്ങോട്ട് വിടത്തില്ല. അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. വെള്ളം നിറഞ്ഞ് കിടക്കുന്ന കണ്ടാൽ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുന്ന കണ്ടാൽ അങ്ങനെയൊക്കെ നല്ല പേടിയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു യാത്രയിൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ആരെയും കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ട് തിരിച്ച് വരും എടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ പോകുമ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളും നമ്മൾ പോയപ്പോഴത്തേക്ക് കാപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പി കൊണ്ടുപോയി നമ്മൾ അതിൽ വെച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങ് ചെന്നിട്ടൊക്കെയാണ് ഫുഡും കാര്യങ്ങളും കഴിച്ചത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിൽ പറയത്തക്ക കാര്യങ്ങളായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഉണ്ടും താനം എന്നാൽ ഇല്ലേം താനം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നാളെ ഒരു വീഡിയോ ഇടാം. കാരണം വീഡിയോ ഇടാമെന്ന് പറയുന്നെങ്കിലും ചില സമയത്ത് എനിക്ക് ഇടാൻ പറ്റാതെ വരുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഉറപ്പ് പറയുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ പറ്റത്. പക്ഷേ ഇനി എന്തായാലും നമുക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. കാരണം നിങ്ങളെ മുന്നിലേക്ക് ഞാനൊരു സാധനമൊക്കെ ഇവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. നിങ്ങളെല്ലാവരും എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഷോർട്ട് വീഡിയോ ആണ് കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഇട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതിൽ ഞാൻ എന്തായാലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വാട്സപ്പിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോഴേ എന്തായാലും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മേടിക്കും എന്നൊക്കെ തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനും തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ രീതിയിലാണ് പിന്നെ ചുവട് വെക്കുന്നതെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം പൊതിച്ചോറ് കൊടുക്കുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കൊടുക്കാൻ
കയറാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതുമായി മുന്നോട്ട് പോവാൻ എനിക്ക് പറ്റത്തുമില്ല കേട്ടോ. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ ഒന്നും ആരുമില്ല. അതുപോലെ എനിക്ക് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു ശകലം പോലും വെയിറ്റ് എടുക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ പണി ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ എറണാകുളത്ത് വന്നതിനെ കൊണ്ട് ഇവിടെ മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ വരുന്നതും ഇവിടെയൊക്കെ ഒന്ന് കാണുന്നത്. പക്ഷേ മഴയൊക്കെ ആയതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നേ. പുറത്തിറങ്ങുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലാണെങ്കിലും ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ വൃത്തി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണാതെ എങ്ങനെയാണ് പോകണം, പിന്നീട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് വരാൻ പറ്റുമോ ഇല്ല, ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ബോട്ടിൽ കയറുന്നതിന് 150 രൂപയാണ്, പക്ഷേ നമ്മൾ വെള്ളം നിറഞ്ഞ് കിടക്കുവാണ്. പിന്നെ എന്തായാലും നമ്മളെ കുഞ്ഞ് വാവ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മളുമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം നമുക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി 2:10 നമുക്കുള്ള ട്രെയിൻ കേട്ടോ. കാരണം നമുക്കതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ രണ്ടും കെട്ട സമയമായിപ്പോൾ 2:10 നമുക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ നമുക്ക് എത്താമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തായാലും നമുക്ക് രാത്രിയിൽ ഒരു രാത്രി നമുക്കിപ്പം ഒരു രാത്രിക്ക് വേണ്ടിയിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ റൂമൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച് റൂം എടുത്തു കഴിഞ്ഞാൽ 10,000-2,000 രൂപ കൊടുക്കണ്ടേ. ആ 2,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതുമല്ല റെയിൽവേയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. അവരൊക്കെ നല്ല നല്ല ആൾക്കാരും കാര്യങ്ങളും, വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും റെയിൽവേയിൽ 20 രൂപ കൊടുത്ത് പാസ് എടുത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ കയറാൻ നേരത്ത് പിന്നെ എൻ്റെ കൂടെ വന്ന ആളിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. 1-2 തവണയൊക്കെ അവൾ കയറി വരുമ്പോഴത്തേക്ക് ശരിയായി വരും. പിന്നെ എന്തായാലും നമ്മൾ ഈ ഇറങ്ങിപ്പോണ പടിയില്ലേ, ഈ ഇറങ്ങിപ്പോണ പടിയിൽ അവിടെ വന്ന് ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി അധികം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വരുന്നത് വരെ ഇവിടെ ഇരുന്നേ പറ്റും. ആദ്യം നമ്മൾ റൂമിലാണ് ഇരുന്നത്, അവിടെ നിന്ന് പിന്നെ ട്രെയിൻ വരുന്നതിന് കുറേ മുന്നേ തന്നെ നമ്മളിവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 12:30 അല്ല 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ എന്തുകൊണ്ട് ഞാനൊന്നും തുറന്ന് പറയുന്നില്ല എന്ന്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തോന്ന് പറയാനായിട്ട് നമ്മളെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നവരെ പറ്റി പറയാൻ വേണ്ടിയിട്ടൊന്നും ഒരു കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ എൻ്റേതായിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ Q&A ചെയ്യാമെന്ന് പറഞ്ഞ് അത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ. അതെന്തായാലും പറയും. പിന്നെ ഇതിനിടയ്ക്ക് തിരക്കും കാര്യങ്ങളും നമുക്കുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിക്കണം. കാരണം മോൻ്റെ കാര്യം നോക്കണം, മോനെ സേഫ് ആക്കണം. കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് തനിച്ചായി പോവും എന്നുള്ളൊരു പേടിയുള്ളതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വഴിയെ വീഡിയോ ഇടാമേ.